ജൂതന്മാരെ പഞ്ഞിക്കിട്ട് ഖത്തർ. ഖത്തർ വക്താവ് നാസറാണ് ശക്തമായ തീരുമാനവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇസ്രായേൽ നടത്തുന്നത് കാടത്തമാണെന്നും ഇസ്രായേൽ ഇറാനിൽ കയറി അടിച്ചത് പുതിയ യുദ്ധത്തിൻ്റെ പ്രഖ്യാപനമാണെന്നും നാസർ പറഞ്ഞു. ഖത്തർ തൻ്റെ അഭിപ്രായം നാസറിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് അറുതി വരുത്താൻ ഖത്തർ ഒരുപാട് ശ്രമിച്ചിരുന്നു. ഹമാസ് തലവന്മാരിൽ പലരും ഖത്തറിൻ്റെ പിന്തുണയോടെ അവരുടെ രാജ്യത്ത് വസിക്കുന്നു. അതിനിടയിലാണ് ഇസ്രായേൽ വംശഹത്യ നടത്തിയിരിക്കുന്നത്. മുസ്ലിം ജനവിഭാഗത്തെ കൊന്നൊടുക്കിയാണ് ഇസ്രായേൽ ചെയ്തതെന്ന് ഖത്തർ വക്താവ് നാസർ പറഞ്ഞിരിക്കുന്നു. നാസറിൻ്റെ പ്രഖ്യാപനം ലോകമെമ്പാടും ഏറ്റെടുത്തിരിക്കുന്നു. ഒരു ജനതയെ കൊന്നൊടുക്കുക, ഒരു ജനതയ്ക്ക് മേൽ വംശഹത്യ നടത്തുക, അതാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഹമാസുമായുള്ള യുദ്ധത്തിൽ ഒരു പടി പോലും വിജയിക്കാൻ, അല്ലെങ്കിൽ അല്പം പോലും വിജയിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്ന് നാസർ തുറന്ന് അടിച്ചിരിക്കുന്നു. ഇതോടുകൂടി ഖത്തർ ഇസ്രായേലിനെ കൈവിടുകയാണ്. ഖത്തറും ഈജിപ്തും അമേരിക്കയും ഒക്കെ ഈ യുദ്ധം, ഇസ്രായേലിൻ്റെ കാടത്തം നിർത്താനായി ശ്രമിച്ചിരുന്നു. ഖത്തർ അമേരിക്കയുടെ സാമന്ത രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ അവരുടെ എല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കുന്നു യുദ്ധം. അവരുടെ എല്ലാം കയ്യിൽ നിന്ന് വഴുതിപ്പോയിരിക്കുന്നു ഇസ്രായേൽ. ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെയാണ് ഇറാനെ ആക്രമിച്ചത്, ഇറാനെ കയറി ചൊറിഞ്ഞത്. ആ ചൊറിച്ചിലിന് മറുപടി ഉണ്ടാകുമെന്നും നാസർ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ആ ചൊറിച്ചിലിന് മറുപടി ഉണ്ടാകും. ഇന്നോ നാളെയോ ഈ ന്യൂസ്, ഈ വീഡിയോ വിടുന്നതിൻ്റെ നിമിഷമോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അതിനൊരു വലിയ ഒരു തിരിച്ചടി ഇസ്രായേലിന് ലഭിക്കും. നല്ല സൂപ്പറായിട്ടുള്ള തിരിച്ചടി. ആ തിരിച്ചടി ഇസ്രായേൽ ഇരന്ന് വാങ്ങിയതാണെന്ന് നസർ പറയുന്നു. ചർച്ചകൾ നസറിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ചകൾ. ആ ചർച്ചകൾ നടന്നു കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ഇസ്രായേൽ ഇറാനെ കയറി ആക്രമിച്ചത്. ഇറാൻ്റെ സിറിയയിലുള്ള കോൺസുലേറ്റ്, സിറിയയിലെ ഡമാസ്കസിലുള്ള കോൺസുലേറ്റ് ആക്രമിച്ചത്. അതോടുകൂടി നസറിൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി ഇസ്രായേൽ. പിന്നീട് ഇറാൻ്റെ തിരിച്ചടിയാണ് ലോകം കണ്ടത്. തെക്കൻ ഇസ്രായേലിനെ തകർത്തുകൊണ്ടുള്ള തിരിച്ചടി. അതിന് പ്രതിഫലനം എന്നോളം, അതിന് ഒരു ചെറിയൊരു സൂചന എന്നോണം ഇസ്രായേൽ ഇറാനിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി. ആ ഡ്രോൺ ആക്രമണം ഒരിടത്തും എത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഡ്രോണുകളെല്ലാം ഇറാൻ സേന തകർത്തു. ഇറാന് ഒരു നാശനഷ്ടവും സംഭവിച്ചില്ല. 2 മണിക്കൂർ അവരുടെ വിമാന സർവീസുകൾ അവർ നിർത്തിവെച്ചു എന്നുള്ളതല്ലാതെ ഒരു പുണ്ണാക്കും അവിടെ സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഇസ്രായേലിനെ തള്ളി ഖത്തറും രംഗത്ത് എത്തിയിരിക്കുന്നു. ഒറ്റപ്പെടുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ചോര കൊണ്ട് മതിമറന്ന നെതന്യാഹു, ചോര കൊണ്ട് മതിമറന്ന ഇസ്രായേൽ സേന. അവർ ലോകത്തിന് അപമാനമായി മാറിയിരിക്കുന്നു. അവർക്ക് എല്ലാ പിന്തുണയും, അവരുടെ രക്ഷയ്ക്കായി എല്ലാ പിന്തുണയും നൽകിയിരുന്ന ഒരു രാജ്യം കൂടി അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു, ഖത്തർ.